റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാ എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അപ്പൊ എവിടെ ചിന്തിക്കേണ്ടത്? ഇനി ഇവിടെ കണക്ക് നോക്കി, ഇവിടെ എന്താണെന്നറിയോ? അള്ളാഹിന്റെ മാസമാണ്, അള്ളാഹുവിന്റെ മാസമാണ്. എന്നാൽ അള്ളയും നീയും തമ്മിൽ എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വേഗം തീർത്തോ. ഇതുപോലെ ഇതിൽ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എന്തെന്നറിയോ? ആ സമയത്തിനും സന്ദർഭത്തിലൊക്കെ പലതും ചവിട്ടിക്കയറ്റും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. ഓൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് ആ ഫയൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കുമ്പോൾ ആ ഫയലിൽ ചില കമ്മികളുണ്ട്, മാർജിൻ ശരിക്കിട്ടിട്ടില്ല, പലയിടത്തും അക്ഷരപേശകുണ്ട്. അതൊന്നും അയാൾ നോക്കൂല. കാരണം ഇത് ഈ നാട്ടുകാരെ പ്രശ്നം പരിഹരിക്കാനാണല്ലോ വന്നത്. ചവിട്ടിക്കയറ്റ്. മനസ്സിലായില്ല? മനസ്സിലാണ്ട് പറഞ്ഞത്. എല്ലാം ഡെസ്കിലൂടെ ഒന്നും അത് പോകൂല. സെക്രട്ടേറിയറ്റ് കൊണ്ടുപോയ എല്ലാ ഡെസ്കിലൂടെയും പോകും. ഇതവിടെ ഇല്ല. ഇത് പാവറേജ് പരമാവധി സർക്കാരിന് തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇതെന്ത് ചെയ്യും? ആ പാസ്സാക്കും. കാരണം ഇവിടുത്തെ പ്രശ്നം പരിഹരിക്കാനാണ് അയാള് ഇങ്ങോട്ട് വന്നത്. അതെന്നെയാണ് വേന. നീയും അള്ളയും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ എന്ന് പരിഹരിക്കണം? പറയ്. റജബിൽ. ശരി, നിന്റെ അടുത്ത ചോദ്യം. ഇന്ന് റജബ് എത്രേ? കമ്പ്യൂട്ടർ എടുക്കണോ? 23. കഴിഞ്ഞല്ലോ. കഴിഞ്ഞില്ലേ? 23, 24 രാവ്. അങ്ങനെ തന്നെയല്ലേ ഉസ്താദെ? കഴിഞ്ഞല്ലോ. ശരി, നമ്മൾ അള്ളയും തമ്മിൽ വല്ല പ്രശ്നം ഉണ്ടോ? പരിഹരിച്ചോ? പ്രശ്നമില്ലേ? അല്ലെങ്കിൽ വേണ്ട. നിങ്ങളും അള്ളയും തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കോളണം എനിക്ക് വാശില്ല. എനിക്കും വേണ്ട നിങ്ങളും അള്ളയും പ്രശ്നം ഉണ്ടാകാതിരിക്കാനാണ്. അള്ളാഹു കാക്കട്ടെ. എനിക്കിപ്പോൾ നിങ്ങളും അള്ളയും തമ്മിൽ പ്രശ്നം ഉണ്ടായിക്കോളണം എന്നൊന്നുമില്ല. പ്രശ്നം ഉണ്ടാകാതിരിക്കട്ടെ തന്നെ എനിക്കുള്ളത്. പക്ഷെ ഇവിടെ 24 ആയി, 30 ഉറപ്പില്ല. ഇനിയിപ്പോൾ ആകെ ഉള്ളത് 5 ദിവസമാണ്. റജബുൻ ഷഹ്റുല്ലാഹ്. അപ്പൊ അള്ളാഹുമായുള്ള അടിമയുടെ ബന്ധം വഷളാകും സ്വാഭാവികമായും. എന്തുകൊണ്ട്? കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നോക്ക്, അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. മനസ്സ് തുറക്കുക, അല്ലാഹു തൗഫീഖ് തരട്ടെ. നോക്ക്. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. അവർ ചെയ്ത് കൂട്ടിയ തിന്മകൾ അവരുടെ ഹൃദയത്തിന് മേൽ കറുപ്പ് വീഴ്ത്തും. വീഴ്ത്തുന്നല്ല, വീഴ്ത്തിയിട്ടുണ്ട്. റാന. മനസ്സിലാണ്ടോ പറഞ്ഞത്? അവരുടെ ദൈനംദിന ജീവിതത്തിൽ കറുപ്പ് പായും. എവിടെ? അലാ ഖുലൂബിഹിം. എവിടെ? ഒന്ന് പറയും മനുഷ്യന്മാർ, എവിടെ? ഹൃദയത്തിൽ ഇങ്ങനെ കറുപ്പ് ഇങ്ങനെ പായും. ഈ കറുപ്പോട് കൂടി കറുപ്പ് ഹൃദയത്തിൽ ഉണ്ടായാൽ അള്ളാന്റെ നൂറ് ഇങ്ങോട്ട് വരൂല. ഇവിടുന്ന് ഒന്നും പുറത്തേക്കും പോകില്ല, അവിടെ ഒന്നും ഇങ്ങോട്ടും വരില്ല. ഇപ്പൊ ഈ ബൾബിന് കുറച്ച് ടാറണ്ട് അടിച്ചാൽ, ലൈറ്റ് ഇട്ടാലും കരണ്ടാണ് പോകുന്നല്ലാതെ. മനസ്സിലായില്ല? ഈ ബൾബിന്റെ അവിടെ കുറച്ച് കറുപ്പ് ടാറടിച്ചു നോക്ക. മനസ്സിലായ പറഞ്ഞത്? ഈ ബൾബിന്റെ അവിടെ ടാറടിച്ചാൽ സ്വിച്ച് ഇട്ടൂടെ? സ്വിച്ച് ഇടാ, കത്തൂലെ? കത്തും. പക്ഷേ വെളിച്ചം ഇവിടുന്ന് ഇങ്ങോട്ടും വരില്ല, ഇവിടുത്തെ വെളിച്ചം അങ്ങോട്ട് പോവില്ല. കല്ലാം. ഇനി അർത്ഥം വെക്ക്. കല്ലാബൽ. അർത്ഥം വെക്ക്. അർത്ഥം ഇതൊക്കെ തന്നെ അർത്ഥം. അമേരിക്കത്തെ വർത്താനം പറയാനല്ല ഖുർആൻ ഇറക്കിയത്, അടിവാരത്തെ വർത്താനാണ് ഖുർആൻ. എനിക്ക് മൂത്തകടത്തെ വർത്താനാണ് ഉള്ളത്, അതിനത് ഇറക്കിയത്. അല്ലാതെ സൗദി അറേബ്യയിലെ വർത്താനം പറയാൻ വേണ്ടി ഖുർആൻ ഇറക്കൂല. അടിവാരക്കാർക്ക് ഖുർആൻ അടിവാരാണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മനസ്സിലായില്ല? അടിവാരക്കാരെ ഖുർആനിലുള്ളത്. പാറി മനുഷ്യന്മാർ അടിവാരത്തെ വർത്താനാണ്. മൂത്തകടത്തേരെ ഖുർആനിലുള്ളത് മൂത്തോടത്തേരെ വർത്താനാണ്. സൗദി അറേബ്യയിലെ ഖുർആനിലുള്ളത് സൗദി അറേബ്യയിലെ വർത്താനാണ്. അതെങ്ങനെയാണ്? അത് അങ്ങനെ തന്നെയാണ്. അത് കണ്ണുള്ളോ കാണും. അള്ളാഹു തൗഫീഖ് തരട്ടെ. കണ്ണുള്ളോ കാണും. കണ്ണ് വേണം. കണ്ണുള്ളോ കാണും. കണ്ണില്ലാത്തവൻ എവിടുത്തെ വർത്താനം കാണൂല. ഓനത് ബാപ്പ മരിക്കുമ്പോ മൂല്യന്മാരെ കൊണ്ട് ഓദിച്ചിട്ട് പോത്തർത്ത് ദാനം ചെയ്യുന്നല്ലാതെ അതിന്റെ അപ്പുറമൊന്നും ഖുർആനോടൊരു മാനവനും ഉണ്ടാവില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. നിങ്ങളെ ചിന്തിക്കണം.
കല്ല ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ. നോക്ക് ഞാൻ അർത്ഥം പറയാൻ പോവാണ് ട്ടാ. കല്ല വേണ്ട മനുഷ്യ, ബൽ റാന അലാ ഖുലൂബിഹിം അവരുടെ ഹൃദയത്തിന്റെ മേൽ കറ വീഴ്ത്തിയിട്ടുണ്ട്. മാ കാനൂ യക്സിബൂന അവർ ചെയ്തു കൂട്ടിയ തിന്മകൾ. ഈ തിന്മ അടിഞ്ഞുകൂടിയിട്ടുണ്ട് എവിടെ? ഹൃദയത്തിൽ. അതുകൊണ്ട് യാതൊരു വെളിച്ചവും അവരുടെ ഹൃദയത്തിലേക്ക് ഇനി കയറൂല. ഓൽക്കൊരു മാസം വരാൻ പോകുന്നുണ്ട്. ഏതാ മാസം? റമളാന്. ഒരു നന്നാകാൻ പോകുക. പക്ഷേ ഇവിടെ ഓഫീസിൽ ഫയൽ കൊടുക്കണം. ഇവിടെ ഓഫീസ് ഫയൽ ഉണ്ടായാലേ അവിടെ ക്ലിയർ ആവുള്ളൂ. മനസ്സിലായില്ല? 23-ാം തീയതി തെരഞ്ഞെടുപ്പ് അല്ലേ? പഠിച്ചോനെ 23-ാം തീയതി തെരഞ്ഞെടുപ്പ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ അർത്ഥം പറഞ്ഞുതരാം. 23-ാം തീയതി തെരഞ്ഞെടുപ്പ്. 23-ാം തീയതി വോട്ട് ചെയ്യുക. ആർക്ക്? ഞമ്മക്കോ? ആർക്ക് രാജ്യത്തെ നിങ്ങൾ ഭയന്ന് എന്നോട് പറയരുത്. ഞാൻ 10-25 കൊല്ലമായി രാവും പകലും നടന്നിട്ടാണ് എൻ്റെ പല്ല് കൊഞ്ഞാടിയത്. വയൽ പറഞ്ഞിട്ടാണ്. നിങ്ങൾ എനിക്ക് വയൽ പറയരുത്. 23-ാം തീയതി വോട്ട് ചെയ്യാം. ആർക്ക്? അങ്ങനെ പറയും കുട്ടി. അങ്ങനെ അതാണ് വർത്താനം. അതിനാണ് ആണുങ്ങളെ വർത്താനം എന്നറിയാം. ഈ തവണ ഉള്ള തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ വേണ്ടി 2 മാസം മുമ്പേ സർക്കാരിന്റെ വിജ്ഞാപനത്തിൽ വോട്ടർ പട്ടികയിൽ തന്റെ പേര് ഉൾപ്പെടുത്തിയോനെ അന്ന് വോട്ട് ചെയ്യുക. ആ ഡേറ്റ് കഴിഞ്ഞ് ഓനിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞിട്ട് ഓൻ ബാക്കി ഉണ്ടെങ്കിൽ അന്ന് ചെയ്യാം. അന്നത്തെ വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ നാളെ രാവിലെ അല്ലേ വോട്ട്, നമുക്ക് പോണല്ലോ. നേരെ അവിടെ ചെന്ന് എവിടെ ഏതാ ഞങ്ങളെ ബൂത്ത് എന്ന് വെച്ചു. നമ്മൾ 11-ാം നമ്പർ ബൂത്താണോ അറിയുന്നത്. നോക്കവിടെ അടുക്കത്തിൽ അലവിക്കുട്ടി പേരെടുക്കുകയാണോ? അടുക്കത്തിലും അലവിക്കുട്ടിയില്ല, അകലത്തിലും അലവിക്കുട്ടിയില്ല. ഇവിടെ അലവിക്കുട്ടിനെയും കാണില്ല, ഇവിടെ പൂച്ചക്കുട്ടിനെയും കാണില്ല. ഞാൻ ഇന്ത്യക്കാരനല്ലേ? ജി ഇന്ത്യക്കാരൻ തന്നെ. പക്ഷെ എന്ത് വേണ്ടിയിരുന്നു? എന്റെ പേര് ഇതിൽ കയറ്റണം 2 മാസം മുമ്പ്. അന്ന് ഇതിൽ കയറ്റാലേ നിനക്ക് എന്തുള്ളൂ? ഞാൻ ഇന്ത്യക്കാരനല്ലേ? അതൊക്കെ പുറത്തിറങ്ങിയിട്ട് കൊടി പിടിച്ച് പറയാ, അല്ലാതെ വോട്ട് ചെയ്യാൻ പറ്റൂല. ചോന്ന കൊടി പിടിച്ച് പുറത്തേക്കാം. എന്നിട്ട് പറയാ എന്ത് ഞാൻ ഇന്ത്യക്കാരനാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ പറയടാ. അതൊക്കെ സ്കൂളിലെ അസംബ്ലി പറയാ. എന്ത് നടക്കൂല? വോട്ട് ചെയ്യാൻ നടക്കൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ഇവിടെ നാട്ടിലുണ്ടോ? ഇനി അർത്ഥം വെച്ചോക്കാം. റജബുൻ ഷഹ്റുല്ലാഹ്. എന്റെ വോട്ടർ പട്ടികയിൽ റജബിൽ പേര് ചേർത്താലേ റമദാനും ഷഹ്റുമതി. ഈയും അള്ളയും തമ്മിലുള്ള പട്ടികയിൽ നിന്റെ ലിസ്റ്റിൽ അള്ള തന്നെ തള്ളിയിട്ടുണ്ടാവും എങ്കിൽ എന്ത് ചെയ്തോ? ആ പേര് ചേർത്താൻ പറ്റിയ മാസമാണ് ഇന്ന്. റജബിനെ എല്ലാ രാത്രി അള്ളഹാനോട് പറയാം, പടച്ചോനെ ജിന്നക്കൊല്ലം ഒഴിവാക്കരുത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതുമാപ്പ് കൊടുക്കുന്ന മാസമാണ് ഏത്? റജബ്. റജബ് അള്ളാഹിന്റെ മാസമാണ്. അപ്പൊ അള്ളാഹു എന്ത് നയതന്ത്ര ബന്ധങ്ങളിലും ആരൊക്കെങ്കിലും വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഇവൻ രാത്രി എന്ത് ചെയ്ത് അള്ളാഹ് മാപ്പാക്കണേ അപ്പൊ അള്ളാഹ് പറഞ്ഞു ആയിക്കോട്ടെ, മാപ്പാക്കി ലിസ്റ്റിലെടുത്തു. പിന്നെ റമദാൻ എനിക്ക് കൃത്യമായി വോട്ട് ചെയ്യാം. എന്റെ തറാവിയൊക്കെ ഇവിടെ ലിസ്റ്റിലുണ്ടാവും. എന്നൊക്കെ പറഞ്ഞ് മനസ്സിലായോ? മറ്റേത് റജബിൽ ഹൃദയം അടഞ്ഞു കിടക്കുക. അതിനൊന്ന് തോണ്ടി വൃത്തിയാക്കാൻ അവൻ ശ്രമിച്ചില്ല. ഭയങ്കര ചിന്തിക്കാൻ പറഞ്ഞ്. ഹൃദയത്തിന്റെ മേൽ മറണ്ട്. ചെയ്തു കൂട്ടിയ തിന്മകൾ കറുപ്പായിട്ടുണ്ട്. എവിടെ? ഹൃദയത്തില്. ആ സമയത്തോ എല്ലാ സമയത്തും പറഞ്ഞാൽ ഒരുപോലെയല്ല. ചില സമയത്താണ് പറഞ്ഞാൽ ഒറ്റ പറച്ചിലിന് അള്ളാഹ് ഒഴിവാക്കി കൊടുക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ നമ്മള് അങ്ങാടിയിൽ നിന്ന് 25 റുപ്യേന്റെ ഒരു സാബുൻ വാങ്ങി. സാബൂന് കുപ്പായം അലക്കണീന്ന് എന്താ നിങ്ങളെ നാട്ടിൽ പറയണ? നിങ്ങൾ തന്നെ കണ്ണുരുത്തി നോക്കണേ. സാബൂൻ വാങ്ങി. 10 റുപ്യേന്റെ ഒരു സാബൂൻ വാങ്ങി. ഇത് അലക്കാൻ പോയാൽ ആ സാബൂനിലുള്ള ചളിയും കൂടെ കുപ്പായത് ഇങ്ങോട്ട് കൂടും. അങ്ങനത്തെ സാബൂനും ഉണ്ടാവും. ഈ സാബൂന് കൊണ്ട് 365 ദിവസം അലക്കിയിട്ടും നന്നാവൂല.
എന്നാ വേറെ ചില സാധനം ഉണ്ട്, ഒരു തുള്ളി അറ്റിയാൽ അതിന്റെ കളറടക്കാതെ പോയിക്കോളും. മനസ്സിലായില്ല? ക്ലോറക്സ് പറഞ്ഞ സാധനം ഉണ്ട്, പ്രോക്ടർ ആൻഡ് ഗാംബിളിന്റെ ഒരു പ്രൊഡക്റ്റാ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മനസ്സിലായില്ലേ? ക്ലോറക്സ് അതൊരു തുള്ളി ഉണ്ടായാൽ മതി. ചളി മാത്രല്ല, അലക്കണോന്റെ വിരലിന്റെ തൊലി അടക്കം പോവും. ഇനി പോകാത്ത ഒന്നും ബാക്കി ഉണ്ടാവില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ചിലത് അവിടുന്ന് ഇങ്ങോട്ട് കൂടും, ചിലത് ഇവിടുന്ന് പോകേണ്ടതൊക്കെ പോവും. ഒരു തുള്ളിയായാൽ മതി. അർത്ഥം വെക്ക്, റജബുൽ ഷഹറുള്ള. ഇനി അർത്ഥം വെക്ക്, ഈയും അള്ളയും തമ്മിലുള്ള പ്രശ്നത്തിൽ എന്തൊക്കെ അട്ടിയായി കിടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു മാസത്തിൽ ചിലപ്പോൾ ഒറ്റ ദുആ കൊണ്ട് അള്ളാഹു തആല അത് എല്ലാം പോക്കി കളയും. ഷാബാനിൽ ഇങ്ങനെ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല. പറയേണ്ടെന്നല്ല, ഈ ഗുണം എവിടെ ഇല്ല? ഷാബാനില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്താണത് ചിന്തിക്കാത്തത്? റജബിൻ എന്ന് പറഞ്ഞാൽ തുടക്കം പ്രധാന രാത്രി, ഒടുക്കം പ്രധാന രാത്രി. ഷാബാനിൽ നടുവിൽ മാത്രം പ്രധാന രാത്രി. റജബ് ഒന്നിന് തന്നെ പ്രധാന രാത്രിയാണ്. പിന്നെ റജബ് 27 പ്രധാന രാത്രിയാണ്. ജമാഅത്തുൽ അവ്വലിൽ അങ്ങനത്തെ ഒരു പ്രധാന രാത്രി തന്നെയല്ല. ജമാഅത്തുൽ ആഖിറിലോ അങ്ങനത്തെ ഒരു പ്രധാന രാത്രി തന്നെയല്ല. റബീഉൽ ആഖിറിലോ അങ്ങനത്തെ ഒരു പ്രധാന രാത്രി തന്നെയല്ല. മനസ്സിലാവുണ്ടെന്നൊക്കെ പറഞ്ഞത് ചിന്തിച്ചു നോക്ക്. എന്നാൽ റജബിൽ ഒന്നാമത്തെ രാത്രി തന്നെ പ്രധാന രാത്രി, 27 ആവും പ്രധാന രാത്രി. തുടക്കം ഒടുക്കും വലില്ലാഹിൽ മശ്രിഖ് വൽ മഗ്രിബ് എന്ന് പറയും പോലെ. അള്ളാഹു നമുക്ക് നാഫിഅ ഇൽമിനെ തരട്ടെ. ചിന്തിക്ക്. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ കുട്ടികളെ. അപ്പൊ എന്താ പറയുന്നത്? എന്തെങ്കിലും ഒരു അന്തണ്ടെങ്കിൽ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് ദ്വാരക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ റജബിൽ ദ്വാരുന്നോ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ബോധമുള്ള ഒരാൾ റജബിൽ കടന്നുറങ്ങുകയില്ല. ബോധമുള്ള ഒരാൾ റജബ് പാഴാക്കി കളയുകയില്ല. ബോധമുള്ള ഒരാള് അവന്റെയും അള്ളാഹുവിന്റെയും ഇടയിലുള്ള ബന്ധം സുദൃഢമാക്കാൻ ശ്രമിക്കാതിരിക്കുകയില്ല. ബോധമുള്ള ഒരാള് അവന്റെ ദോഷങ്ങളെ കഴുകിക്കളയാൻ റജബ് ഉപയോഗപ്പെടുത്താതിരിക്കുകയില്ല. എന്തുകൊണ്ട്? റജബുൻ ഷഹ്റുല്ലാഹ്. റജബ് അള്ളാഹു പ്രത്യേകമായി അടിമകളെ ഹൃദയത്തിലേക്ക് നോക്കുന്ന മാസമാണ്. ഈ ലിസ്റ്റ് അനുസരിച്ചാണ് ഈ കൊല്ലത്തെ എന്തുണ്ടാവുക? പറ റമളാൻ ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. വൃത്തിയാണ്. റജബുൻ ഷഹ്റുല്ലാഹ് വശഅബാനു ഷഹ്രി വറമളാനു ഷഹ്റു ഉമ്മത്തി. റജബ് അള്ളാഹ് മാപ്പ് കൊടുക്കും. ഷഅബാൻ എൻ്റെ മാസം. എന്താണ് ഷഅബാൻ എൻ്റെ മാസം എന്നാണ്? മുത്ത് മുഹമ്മദ് മുസ്തഫാക്ക് ഷഫാഅത്തുൽ കുബറയുടെ അധികാരം അള്ളാഹ് കൊടുത്തത് ഷഅബാനിലാണ്. അവിടെ മാപ്പ് തന്നെയാണ്. ഇത് അള്ളാഹ് ഡയറക്റ്റ് മാപ്പ് ചെയ്യാണ്. എന്ന് റജബിൽ മറ്റേ നബി അപേക്ഷിച്ച് മാപ്പ് ചെയ്യാണ്. ഇവിടെ രണ്ടും ക്ലിയർ ആയാൽ റമദാൻ ക്ലിയർ ആവും. ഇവിടെ രണ്ടും ക്ലിയർ ആകണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്നിട്ട് റമദാനിൽ കടന്നാൽ അവർക്ക് ക്ലിയറായി. ഇല്ലാതെ റമദാനിൽ കടന്നാലോ ഒരുത്തൻ പാസ്പോർട്ടും വിസയും കാര്യം എല്ലാ ഡ്രൈവിംഗ് ലൈസൻസും ഹെൽത്തിന്റെ എന്താ പറയാ ചെക്കപ്പിന്റെ കടലാസും എല്ലാം ക്ലിയർ ആയിട്ട് എമിഗ്രേഷനൊക്കെ ക്ലിയർ ആയി ചവിട്ടിക്കേറ്റല്ല അങ്ങനെ ഉഷാറായിട്ടാണ് ഗൾഫ് പോയി. ഏത് പോലീസുകാരൻ ചോദിച്ചാൽ ധൈര്യമായിട്ട് പറയാ എവിടുന്നാ? ഞാൻ കേരളക്കാരനാണ്, മലയാളിയാണ്, മലബാരിയാണ്. ഒരുത്തൻ എന്ത് ചെയ്തെന്നറിയോ? ഒരുത്തന് കൊച്ചിന്ന് കപ്പൽ സൗദി അറേബ്യക്ക് പോയപ്പോൾ കപ്പലിന്റെ കിച്ചണിൽ പോയി ഒളിച്ചെന്ന്. ജിദ്ദയിൽ കപ്പൽ അണഞ്ഞപ്പോൾ മെല്ലെ നീന്തിയിട്ട് ഉള്ളു കയറി. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഓനെ പോലീസ് വേണ്ട, കണ്ടക്ടറെ കാണുമ്പോഴത്തേക്ക് പറയേണ്ടി വരും. മനസ്സിലായില്ല? ഇവന് കണ്ടക്ടർ നിങ്ങൾ ഇവിടെ ഉണ്ടോ? എന്തേ പല പ്രശ്നം? പിന്നെ എന്തില്ല? കടലാസ് ക്ലിയർ അല്ല. ഇനി അർത്ഥം വെക്ക്. റജബുൻ ഉറങ്ങല. ഇന്ന് ഞങ്ങളെ വിടൂല. അള്ളാഹു നമ്മളെ ഒന്നും വിചാരിക്കട്ടാ. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഇത് ചിന്തിക്കണം കേട്ടോ. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്? ഇത് കടലാസ് ക്ലിയർ ആക്കലാണ്. എന്തിലും റജബിലും ഷാബാനിലും. എന്നിട്ട് റമളാനിലാണ് കയറി എനിക്ക് പാസ് ക്ലിയറാണ്. അതിൽ നമ്പർ ഉണ്ടാവും. ആ നമ്പർ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ ഏത് എയർപോർട്ടിലാണ് വന്നിറങ്ങിയത്,
എവിടുന്നാണ് ഇവൻ കയറിയത്, എത്രാം തീയതിയാണ് ഇറങ്ങിയത്, ഇതൊക്കെ അങ്ങനെ കമ്പ്യൂട്ടറിൽ ഇങ്ങനെ കിട്ടും പോലീസുകാരന്. ഇനി പോലീസുകാരന് ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. മനസ്സിലായില്ല? വേറെ കടലാസിന് യാതൊരു കുഴപ്പവും ഇല്ല. നേരെ മറിച്ച് ജിദ്ദയിലേക്ക് കൊച്ചിയിൽ നിന്ന് കപ്പലിൽ ഒളിച്ചു പോയി. എന്നിട്ട് അവിടുന്ന് തിമിങ്ങലം വെട്ടാതെ മെല്ലെ അങ്ങോട്ട് കയറി കൂടിയാൽ അറബിന്റെ കക്കൂസ് മോറ, കക്കൂസിന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. കാരണം പോലീസിനോനെ പേടിയാണ്. ഇനി അവൻ എന്തും പറ്റൂല. അവന് തിരിച്ചിങ്ങോട്ട് പോകുമ്പോഴും പൊതുമാപ്പിൽ അവന് വലിയ പ്രശ്നം വേറെ ഉണ്ടാവും. ഈ പൊതുമാപ്പിൽ പോണവൻ അവന് ഏത് എയർപോർട്ടിലാ വന്നത്, എന്താണ് എൻ്റെ പേര്, ഇത് എവിടുന്നാ ഇറങ്ങിയത്, എത്രാം തീയതി ഇറങ്ങിയാന്ന് വെച്ചാൽ അടിച്ചു നോക്കിയാൽ അത് കിട്ടും. ഇവൻ്റെ അതും കിട്ടൂല. ഇപ്പം ഇവിടെ പൊട്ടി പൊളിച്ചതുപോലെ തോന്നും. മനസ്സിലായില്ല? കാരണം ഇവൻ്റെ ഒരു യാത്രാരേഖയും ഇല്ല. ഇനി അർത്ഥം വെക്ക്. റജബുൻ ഷഹ്റുല്ലാഹ്, ശഅബാനു ഷഹ്രി, റമളാനു ഷഹ്റു ഉമ്മത്തി. റജബിന്റെ രാത്രികളിൽ നീ പണിയെടുത്തു, റബ്ബിനോടുള്ള ബന്ധം ശരിയാക്കി. ഷഅബാനിന്റെ പ്രത്യേകമായ സന്ദർഭങ്ങളിൽ അത് ഉപയോഗപ്പെടുത്തി മുത്തുനബിയോടുള്ള ബന്ധം സുദൃഢമാക്കിയാൽ ആകെ നമുക്ക് രണ്ടാളേ ഉള്ളൂ, അള്ളാഹും അള്ളാഹുവിന്റെ ഹബീബും മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ മാസമാണ് ഏത്? റജബ്. അള്ളാന്റെ ഹബീബിന്റെ മാസമാണ് ഏത്? ഷഅബാന്. ഈ രണ്ട് ഏരിയയിലും നമുക്ക് കടലാസ് ഓക്കെ ആണെങ്കിൽ റമളാനും ഷഹ്റു ഉമ്മത്തി ഷെയ്ഖാന്റെ തരാൻ വേണ്ടി ജിബിരിയിൽ വരുമ്പോ നന്നെ ലിസ്റ്റ് കാണില്ല എന്ന് പറയില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? മറ്റേതും നടക്കൂല. ജിബിരിയിലും മീക്കായിലും ഇങ്ങനെ 27,000 ലൈലത്തുൽ ഖദറിൽ ഇങ്ങനെ ഇറങ്ങി ഓരോരുത്തർക്ക് കൈ കൊടുക്കാൻ ചെല്ലുമ്പോൾ മീക്കായിൽ പറയും, ഈ ലിസ്റ്റിൽ കാണില്ലല്ലോ ജിബിരിയിലെ, ഇവൻ അൽവിക്കുട്ടിന്റെ ഈ പ്രാവശ്യം ലിസ്റ്റിലില്ലല്ലോ. ഇവന് പള്ളിയിൽ ഇങ്ങനെ ഇത് കഴിഞ്ഞാൽ പള്ളിയിൽ കുലാബി കൊടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി കൂടിയതാ. മനസ്സിലായില്ല? തൗബാന്റെ ദുആ കഴിഞ്ഞാൽ പിന്നെ എന്തുണ്ടാവും? പടച്ചമ്പുരാനെ പറയും മനുഷ്യന്മാരെ, എന്തെങ്കിലും ഒരു കാവ കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കയറി കൂടി അവന്. അല്ലാതെ ഇവനെ ലിസ്റ്റ് കാണില്ല എന്ന് ജിബിരിയിൽ മീക്കായിൽ ജിബിരിലിനോടോ അലൈഹി വസ്സലാത്തു വസ്സലാം പറയും, ഇവൻ അക്കൊല്ലത്തിൽ ലിസ്റ്റിൽ ഉണ്ടാവില്ല. ഇനി അർത്ഥം വെക്ക്. റജബുൻ ഷഹ്റുല്ലാഹ് വ ശഅബാനു ഷഹ്രി റമളാനു ഷഹ്റു ഉമ്മത്തി. ഈ 2 മാസം നമ്മളെ ലിസ്റ്റൊക്കെ നമ്മൾ ക്ലിയർ ആക്കിയിട്ടാൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ നിസ്കരിച്ച നിസ്കാരവും തറാവീഹും ഒക്കെ. നീ ചിലപ്പോൾ തറാവീന് പോയില്ല, അന്ന് ക്ഷീണാണെങ്കിൽ തറാവീ നിസ്കരിച്ചില്ലെങ്കിൽ കൂടിയിട്ടു. നിങ്ങൾ ഇവിടെ ഉണ്ടോ? അങ്ങനെ മസലുണ്ടോ? അങ്ങനെ മസലുണ്ട്. നിങ്ങൾ ബേജാറാവൊന്നും വേണ്ട. സാധാരണ അമൽ, സുന്നത്തായ അമൽ ചെയ്യുന്ന ഒരാൾക്ക് ഒരു ദിവസം രോഗമായാൽ ആ രോഗം കാരണം ആ അമലിലോ പങ്കെടുത്തിട്ടില്ലെങ്കിൽ സാധാരണ വരുന്ന ആൾക്ക് അത്ര കൂലി അള്ളാഹു തആല എഴുതാൻ കറക്റ്റ് ആളാണ്. അവൻ്റെ കടലാസൊക്കെ ക്ലിയറാ. ഇന്നോ രോഗം കൊണ്ട് വരാത്തതാ, അല്ലെങ്കിൽ ഇന്നോ ബോംബെക്ക് ഒരു അത്യാവശ്യത്തിന് പോയതാ. എവിടെയുണ്ട് ഹരീത്ത് മൂല്യരെ? എവിടെയുണ്ട് ആയത്ത് മൂല്യരെ? ഖുർആനിലെ ആയത്തുണ്ട്, മുത്തനബിന്റെ ഹരീത്തുണ്ട്. എവിടെയുണ്ട്? وهذا البلد الأمين لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات ثم رددناه أسفل سافلين. പിന്നെ വീണുപോയി, കിടന്നുപോയി, പനി പിടിച്ചു, ക്യാൻസർ പിടിച്ചു. അള്ളാഹു കാക്കട്ടെ. അങ്ങനെയെങ്കിൽ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, നേരത്തെ ഈമാന്റെയും അമലു സ്വാലിഹത്തിൻ്റെ ലിസ്റ്റിൽ ഇവന്റെ പേരുണ്ടെങ്കിൽ ഫലഹും അജ്റുൻ, മുറിയാത്ത കൂലി എഴുതി കൊടുക്കും. കർമ്മല്ല, എന്തുണ്ട്? കൂലി ഉണ്ട്. ഒന്ന് മാന വെച്ചാൽ ഇതിന് എന്താ ബുദ്ധിമുട്ട് വേനോക്കാന്? ഫലഹും അജ്റുൻ, ഫലഹും അമലുൻ ഗൈറു മംനൂൻ അല്ല, അമലില്ല, എന്തുണ്ട്? അജ്റുണ്ട്. എന്തുകൊണ്ട്? മാന്യനായ മുതലാളിയാണ് അല്ലാഹു തആല. അവിടെ ഒരു ബിൽഡിങ്ങിന്റെ പണിയുണ്ട്. ഒരു മാന്യനായ ഒരു ബിൽഡിങ്ങിന്റെ മുതലാളിക്ക് ഒരാൾ പണിയെടുക്കുന്നുണ്ടെന്ന് സങ്കല്പിക്കും. ഒരുത്തൻ എന്ത് ചെയ്യുന്നറിയോ? എന്നും കൃത്യമായി പണിക്ക് വരും, കൃത്യമായി പോകും. അങ്ങനത്തെ ഒരുത്തനാണ് എങ്കിൽ ഒരു ദിവസം ബിൽഡിംഗ് വന്ന് വീണു നോക്കുക, അങ്ങനെ താമരശ്ശേരി കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കി നോക്കുക എങ്കിൽ മനസ്സിലായോ? അവൻ 2 ആഴ്ച 4 ആഴ്ച 2 മാസം 4 മാസം അവിടെ കടന്നാലും മാന്യനായ മുതലാളിയാണെങ്കിൽ എന്ത് ചെയ്യും? കൂലി കൊടുക്കും. എന്തുകൊണ്ട്? കൂലി ഉണ്ട്, എന്തില്ല? ജോലിയില്ല. അതാണ് ഫലഹും അജ്റുൻ മംനു. അതാണ് കർമ്മല്ല, എന്തുണ്ട്? കൂലിയുണ്ട്. ഫലഹും അജ്റുൻ
വൈറു മംനൂൻ, മുറിയാത്ത കൂലി. കൂലി മുറിയില്ല. അപ്പൊ എന്തോ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്. എന്ത് മുറിഞ്ഞു? അമല് മുറിഞ്ഞു. അപ്പോൾ മാന്യനായ മൗലാനിയാണ് ആര്? അള്ളാഹു. മലായിക്കത്തെ ലിസ്റ്റ് കൊണ്ടുവരും. ആ ലിസ്റ്റിൽ എൻ്റെ പേരില്ല. അപ്പം അള്ളാഹു പറയും ഓൻ്റെ പേരും കൂടി എഴുതി കൊടുത്താളെ. അവൻ ആരോഗ്യമുള്ള കാലത്തൊക്കെ ഓൻ പണിയെടുത്തിട്ടുണ്ട്. ഇന്നോൻ അവിടെ കിടപ്പിലാണ്. അതുകൊണ്ട് അവൻ അമല് മുടക്കരുത്. അമലേ മുടങ്ങിയിട്ടുള്ളൂ. അവനെ തളർച്ചുള്ളൂ. എനിക്ക് തളർച്ചല്ല. മനസ്സിലായില്ല? അവൻ തളരാത്ത ദിവസം, ഒരു രാത്രി എന്നോട് ബന്ധപ്പെടാത്ത രാത്രി ഉണ്ടായിട്ടില്ല എങ്കിൽ അവൻ തളർന്ന ദിവസം അവന് കൂലി കൊടുക്കേണ്ടത് ഞാനാണ്. ഞാൻ കൊടുക്കും. എനിക്ക് കൂലി. എന്തുണ്ട്? അമലില്ല, കൂലിയുണ്ട്. അല്ലെങ്കിൽ ഇതാ സഫറ, മുത്തനബി പറയാം, ഔ മരിള, ഇതാ സഫറ, അവൻ എന്തിലായി? യാത്രയിലായി. അത്യാവശ്യമായിട്ട് എല്ലാ തറാവീനും പങ്കെടുക്കണവനാണ്. പക്ഷേ 13 തറാവി കഴിഞ്ഞ് 14ാമത്തെ അന്നോ അത്യാവശ്യം എവിടെ പോയി? സൗദി അറേബ്യ പോയി, കച്ചവടത്തിലോ മറ്റോ എന്തോ ബിസിനസ് എന്തോ കാര്യം പോയി. അന്ന് രാത്രി ഫ്ലൈറ്റിലാ, അല്ലെങ്കിൽ അവിടെ പോയി ഇറങ്ങി. തറാവീൻ്റെ മുമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ യാത്ര കൊണ്ട് അവന് ഫർളെന്നാട് ഒപ്പിക്കാനേ കഴിയുള്ളൂ. സുന്നത്ത് നിസ്കരിക്കാൻ അന്ന് കയ്യിലെ മനുഷ്യനല്ലേ. മനസ്സിലായി പറഞ്ഞത്? ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ. ലിസ്റ്റാണ് സമർപ്പിക്കുമ്പോൾ, ആ കൊല്ലത്തെ ലിസ്റ്റാണ് കെട്ടി വെക്കുമ്പോൾ, ലിസ്റ്റ് കെട്ടി വെക്കുമ്പോൾ ഇവൻ 30 തറാവി നിസ്കരിച്ചിട്ടുണ്ടാവും. മനസ്സിലായോ? എന്നാൽ അതിൽ 2-3 തറാവി ഇവൻ പങ്കെടുത്തിട്ടില്ല. എന്നാൽ അള്ളാഹു തആലാന്റെ ലിസ്റ്റിലൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട്? കഴിഞ്ഞ ഒരു രാത്രിയും അവൻ അള്ളാഹു തആലാന്റെ അമലിനെ മുടക്കിയിട്ടില്ല. അവനെ തളർച്ചയുള്ളൂ. കൂലി കൊടുക്കുന്നവന് തളർച്ചല്ല. ഫലഹും അജ്റുൻ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു മക്നാഫിയ ഇൽമിനെ തരട്ടെ. ചീരണി തരാൻ മാത്രമുള്ള വിവരമൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഈ ജാതിയൊക്കെ വിവരം പറഞ്ഞു തന്നാൽ പഴയ കാലത്ത് ചീരണി കൊടുക്കും മൂല്യർക്ക്. മനസ്സിലായില്ല? മൂല്യർക്ക് ചായ നെയ്യപ്പൊക്കെ വാങ്ങിക്കൊണ്ടുവരാൻ കൊടുക്കാൻ പറ്റിയ അത്തരത്തെ വിവരം, രഹസ്യമായ വിവരം ഞങ്ങൾക്ക് ഇത് രഹസ്യമായി വരാം. ഫലഹും അജ്റുൻ, രഹസ്യമായി വരാം. കർമ്മമില്ല, കൂലിയുണ്ട്. എവിടെ ഈ മസല ഉള്ളത്? ഈ മസല ഇമാം ഖുർത്തുബി തങ്ങൾ ജാമിഅ അഹ്കാമിൽ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഫസ്സിരീങ്ങളൊക്കെ പറഞ്ഞത് അള്ളാഹിൻ്റെ കലാമിൻ്റെ വ്യാഖ്യാനമാണ്. അവരൊക്കെ അള്ളാഹുവിൻ്റെ മഹാന്മാരായ മുഫസ്സിരീങ്ങളാണ്. അള്ളാഹു അവരെ ദറജ ഏറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു ഈ ആയത്ത് എഴുതി കൊടുത്ത്, ഈ ആയത്തിൻ്റെ അവിടെ താഴെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, അള്ളാഹുള്ള ബന്ധം നന്നായി നടക്കുന്ന ഒരാൾക്ക് ഏതെങ്കിലും രാത്രിയോ പകലോ മുടങ്ങിയാലും അള്ളാഹു തആല കൂലി മുടക്കൂല. കാരണം അള്ളാഹ്ക്ക് തളർച്ചല്ല. ഇവനല്ലേ എന്തുള്ളൂ? തളർച്ചയുള്ളൂ. പിന്നെ തളർച്ച ഇല്ലാത്ത ദിവസമൊക്കെ വളരെ ബന്ധപ്പെടുന്നുണ്ട്. ആരുമായി? അള്ളാഹുമായി. ലിസ്റ്റൊക്കെ ക്ലിയറുമാണ്. ഇനി അടുത്ത നമുക്ക് റജബുൻ ഷഹ്റുല്ലാഹ്. റജബിൽ അള്ളാഹിനോട് നല്ല ബന്ധത്തിലാണ്. പിന്നെ ഷഅബാൻ ഷഹരി, ഷഅബാനിൽ നല്ല ബന്ധത്തിലാണ്. റമളാൻ ആയപ്പത്തിന് അഡ്മിറ്റായി. പേടിക്കണ്ട, ആ കൊല്ലത്തെ 30 നോമ്പും അള്ളാഹു തആല എഴുതിയേക്കും. കാരണം റജബ് ശരിയായിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അതാണ് പറഞ്ഞർത്ഥം. ഒരു പക്ഷേ റമളാനിൽ 30 ദിവസം ആവശ്യത്തിലായിരിക്കും. പക്ഷേ എന്തുണ്ടാവും? നോമ്പും ലിസ്റ്റിലുണ്ടാവും, തറാവീ ലിസ്റ്റിലുണ്ടാവും. എന്തുകൊണ്ട്? റമളാനിലല്ല തുടങ്ങിയത്. എന്ന് തുടങ്ങിയിട്ടുണ്ട്? റജബ് തുടങ്ങിയിട്ടുണ്ട് റമളാൻ. മനസ്സിലാണ്ട പറഞ്ഞത്? കല്യാണത്തിന് അന്നല്ല തുടങ്ങുക. കല്യാണം ആദ്യം ഒരു വീട് കാഴ്ചയുണ്ട്, പിന്നെ ഒരു നിശ്ചയമുണ്ട്. ഇല്ലേ? ഇവിടെ ഒന്നും ഇല്ലേ? പിന്നെ കല്യാണമുണ്ട്. വീട് കാഴ്ചൻ്റെ അന്ന് പറഞ്ഞ നേരത്തെ വന്ന്, നിശ്ചയത്തിൻ്റെ അന്നും പറഞ്ഞ നേരത്തെ വന്ന്, കല്യാണത്തിൻ്റെ അന്ന് 2 മണിക്ക് വരേണ്ട പുതിയാപ്പള 3 മണിക്കാണ് വന്നതെങ്കിൽ, അല്ല 4 മണിക്കാണ് വന്നതെങ്കിൽ അമ്മോശാക്കി അളിയന്മാരും കുടുംബക്കാരും പറയും സാരല്ല, പുതിയാപ്പള ആരാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ വീട് കാഴ്ചൻ്റെ അന്ന് അവർ പറഞ്ഞ നേരത്തെ വന്നിട്ടുണ്ട്. നിശ്ചയത്തിന് അന്ന് പറഞ്ഞ നേരത്തെ വന്നിട്ടുണ്ട്. ഇത് പിന്നെ പുതിയാപ്പളല്ലേ, സാരല്ല. നേരെ മറിച്ച് വീട് കാഴ്ചക്ക് 10 മണിക്ക് ഇവർ കാത്തിരുന്നിട്ട് 4 മണിക്ക് വന്ന്, നിശ്ചയത്തിന് ളുഹറിന് എത്താന്ന് പറഞ്ഞ പിന്നെ അസറിനാ കയറിയുണ്ട്. ഷുഗറുള്ള ആളുകൾ വരെ ബേജാറായി അങ്ങോട്ടും പരക്കാരെ ചീത്ത പറഞ്ഞിട്ട് ഇവരെത്തിയില്ല. അന്ന് പുതിയാപ്പള 10 മിനിറ്റ് നേരം വൈകിയാൽ അമ്മോശാക്ക പറയും ഇത് നമുക്ക് ശരിയാവൂല. ഇവരെ നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇല്ലേ? പറയും മനുഷ്യന്മാരെ. ഉസറുള്ള അമ്മോശാക്കയാണെങ്കിൽ പറയും നിങ്ങളെ നാട്ടിൽ ഉസറുണ്ടോന്ന് എനിക്കറിയില്ല. ഉസറുള്ള അമ്മോശാക്കയാണെങ്കിൽ അങ്ങനെ പറയും. ഇത് നടക്കൂല. മനസ്സിലായോ പറഞ്ഞത്? ഇനി വായനക്ക് റജബുൻ ഷഹ്റുല്ലാഹ്, ഷഅബാൻ ഷഹരി. റമളാനിലല്ല തുടങ്ങണത്. റജബിലൊക്കെ ഇടപാട് ക്ലിയറാണ്, ഷഅബാനിലും ഇടപാട് ക്ലിയറാണ്. റമളാനിൽ ദീനായി അല്ലെങ്കിൽ യാത്രയിലായി. വഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. ഒരു പ്രശ്നമല്ല, അള്ളാഹ് എഴുതി കൊടുക്കും. എന്തുകൊണ്ട്? അത് സ്വാഭാവികമാണ്.
കാരണം റജബ് ക്ലിയറാണ്, ഷഅബാനും ക്ലിയറാണ്. തന്നെ പറഞ്ഞ വായന. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതാണ് ഇതിന്റെ വായന. റജബ് അല്ലാതെ ഒറ്റ ദിവസം കൊണ്ടല്ല ഇതൊക്കെ നടക്കുന്നത്. ഇതിന്റെ പിന്നിൽ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി അതിന്റെ ബാക്കിയാണ് പറഞ്ഞുതരാം. പിന്നെ മേറാജുമായി ബന്ധപ്പെട്ട 2 വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അല്ല, മേറാജ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കയറലാണെന്നും മുത്തുനബി കയറിപ്പോയെന്നും അന്ന് നിസ്കാരം കിട്ടിയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനെപ്പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ഇനി പറയാൻ പോകുന്നത്, ഇതുവരെ സന്ദർഭവശാൽ ചിന്തിക്കാതെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും ഇനിയുള്ള രാത്രികൾ റജബാണ്, നഷ്ടപ്പെടുത്തണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? റജബുൻ ഷഹ്റുള്ള, റജബ് ആരുടെ മാസമാണ്? അള്ളാന്റെ മാസം. അള്ളാഹ് മാപ്പാക്കി കൊടുക്കും. അള്ളാന്നൊരു വാക്ക് പറഞ്ഞാൽ മതി, അള്ളാഹ് മാപ്പാക്കും. അള്ളാഹ്ക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ആരെ? അടിമയെ. അടിമ അള്ളാന്ന് മനസ്സറിഞ്ഞാൽ പറഞ്ഞാൽ മതി, ആ മാപ്പാക്കും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അതന്നെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അവൻ്റെ കയ്യിൽ പിന്നെ ഒരു വീഴ്ച പറ്റിയാൽ പോലും അങ്ങനെയാണ്. സാധാരണ ഇശ നിസ്കാരം കഴിഞ്ഞാൽ പോരെയൊക്കെ വരുന്നിരുന്നൊരു മകൻ, അവന് ഒന്നൊരു ദിവസം 2 മണിക്കൂറോ 4 മണിക്കൂറോ നേരം വൈകിയാലും വാതിൽ തുറന്നു കൊടുക്കാൻ ഉമ്മയോട് വാപ്പ പറയും, വാതിൽ തുറന്നു കൊടുക്കുക, എന്താണ് ഇവിടുന്ന് പോയി നേരം വൈകിയതായിരിക്കും എന്ന്. എന്നാൽ വേറെ തന്നുണ്ട്, ഓൻ നേരത്തിന് പോരേക്ക് വരൂല. അപ്പം ഉമ്മ പറയും, ബാപ്പ പറയും, വാതിൽ തുറന്നാൽ എൻ്റെ ഊരൊക്കെ ഞാൻ ചവിട്ടും, ഓനൊന്ന് പഠിക്കട്ടെ, പുറത്ത് നടന്നോട്ടെ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി? എന്തേ നിങ്ങളെ നാട്ടിൽ ബാപ്പാരുമാരൊന്നും ഇല്ലേ? പിന്നെന്തേ അങ്ങനെ തന്നെയല്ലേ കണക്ക്? ഇശ കഴിഞ്ഞാൽ പൊരയൊക്കെ വരുന്ന മകൻ ഒരു ദിവസം 4 മണിക്കൂർ നേരം വൈകി വാതിലിന് മുട്ടിയാൽ ആരാത്? ആ കുഞ്ഞുമാനാണ്. തുറന്നു കൊടുത്താളാ. അമ്മ അങ്ങനെ പാപ്പ അങ്ങനെ പാമ്പ് പോലെ നിൽക്കുക, തുറക്കരുത്. അപ്പോഴാണ് മറ്റൊരു മകൻ, ഓൻ കൃത്യമായി വരുന്നവനാ, പക്ഷെ ഇന്നെന്തോ ഒരു അത്യാവശ്യം എല്ലാവരും നേരം വൈകൂലെന്ന് ആര് പറയും? ബാപ്പ പറയും. ആ വിടവ് കൂടെ മറ്റോൻ കയറാൻ ശ്രമിച്ചാൽ അവിടെ നിന്നാളാ, ഇജവിടെ കിടക്കുക, നിനക്ക് വേണ്ടി തുറന്നല്ല എന്ന് പറയും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇതന്നെ. ഇതുവരെ ബന്ധത്തിൽ പാളിച്ചുണ്ടെങ്കിൽ ആ ബന്ധം ഇനി ഒരു 5 രാത്രി ഉണ്ട്, അത് ബന്ധം ഒന്ന് നന്നാക്കുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതെങ്ങനെ നന്നാക്കുക? അദ്ദുആഉ സിലാഹുൽ മുഅ്മിനി, മുഅ്മിനായ മനുഷ്യന്റെ ആയുധം ദുആയാണ് എന്ന് മുഹമ്മദ് മുസ്തഫ. ദ്വാർക്കന്നെ അല്ലാഹ് മാപ്പാക്കണേ, അല്ലാഹ് മാപ്പാക്കണേ അള്ളാഹിനോട് പറയാ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതന്നെ പരിഹാരം, മാപ്പാക്കണേ എന്ന് പറയാ. تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا. അറിയാതെ അവർ രാത്രിയുടെ അവസാന സന്ദർഭങ്ങളിൽ എണീക്കും. എന്തിനെണീക്കും? ഖൗഫൻ വതമഅ. അല്ലാഹനെ പേടിച്ച് അവർ എണീറ്റ് പൊട്ടി കരയും. അല്ലാഹുവിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിച്ചും കരയും. അല്ലാഹു തൗഫീഖ് തരട്ടെ. സുബഹിന്റെ ബാങ്ക് കൊടുത്താൽ ഈ ചാൻസ് ഇല്ല. സുബഹിന്റെ മുമ്പ് അള്ളാഹ് ചോദിച്ചുകൊണ്ടേയിരിക്കും, ഹൽമി മുസ്തഗ്ഫിരീൻ. ആർക്കെങ്കിലും പൊറുക്കലിനെ തരണമെന്ന് പറയാനുള്ള വേഗം പറഞ്ഞോളൂ, നേരെ കഴിയാനായി. സുബ്ഹാനല്ലാഹ്. എന്നോട് അസ്തഗ്ഫിറുല്ലാഹ് അറിയില്ല നമ്മള്. എന്ത് സുബഹിയുടെ തൊട്ട് മുമ്പ് വരെ 12 മണിയാണ് കഴിഞ്ഞാൽ ഇതാ ദഖല ജൗഫുൽ ലൈലി, പാതിരാത്രി കടന്നു കഴിഞ്ഞാൽ യഖൂലുല്ലാഹ്, അള്ളാഹ് പറയും, ഹൽമി മുസ്തഗ്ഫിരീൻ പറയും. പൊറുക്കലിനെ തേടുന്നവരുണ്ടോ? അള്ളാഹ് ചോദിച്ചുകൊണ്ടേയിരിക്കും. എന്ത് പറയേ പൊറുക്കൽ തേടുന്നുണ്ടോ? ആർക്കെങ്കിലും പൊറുക്കണമെന്നുണ്ടോ? ആർക്കെങ്കിലും ഞാൻ പുറത്തു കൊടുക്കണുണ്ടോ? പറഞ്ഞോ. ഏതുവരെ? സുബ്ഹിയുടെ നേരാണ്ടായി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ്. മുസ്തഗ്ഫിർ മാത്രമല്ല, ഹൽ മിൻ സായിലിൻ, എന്തെങ്കിലും റഹ്മത്ത് വേണ്ടവരുണ്ടോ? റബ്ബേ നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തുറന്നു തരണമേ റബ്ബേ. വർക്കാമി പറയും മനുഷ്യന്മാരെ, ഹൽ മിൻ സായിലിൻ, ചോദിക്കുന്നവരുണ്ടോ? അല്ലാഹ് ഞങ്ങൾ കുടുങ്ങിയവരാണ്, റഹ്മത്ത് തുറന്നു തരണേ എന്ന് പറയാൻ ആരെങ്കിലും ഉണ്ടോ? എപ്പോൾ ചോദ്യം തുടങ്ങും? 12 മണിയായ അള്ളാഹ് ചോദിക്കാൻ തുടങ്ങും. പാതിരാത്രി ആയി കഴിഞ്ഞാൽ അള്ളാഹ് ചോദിക്കാൻ തുടങ്ങും. ഹൽ മിൻ സായിലിൻ, ആർക്കെങ്കിലും വല്ലതും അപേക്ഷ വെക്കാനുണ്ടോ? സായിലിന് അപേക്ഷ വെക്കാനുണ്ടോ? ആർക്കെങ്കിലും വല്ല അപേക്ഷയും തരാനുണ്ടോ? മാളെ കെട്ടിക്കാത്തതോ, കടം വീടാത്തതോ, പുര നന്നാക്കാത്തതോ, കിണറ്റിൽ വെള്ളമില്ലാത്തോ, കൃഷി നന്നാകാത്തോ, അറബിയത്തിലെ ബന്ധം ശരിയാകാത്തോ, കച്ചവടം പൊളിഞ്ഞു പോയതോ, നാട്ടിലാകെ കടം കൊടുക്കാണ്ട് ആ പ്രശ്നം പരിഹരിക്കാത്തതോ? മനസ്സിലായില്ല? ഹൽ മിൻ സായിലിൻ അള്ളാഹ് പറയാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഏതുവരെ പറയും? 6 മണിക്കൂറോളം പറയും.
എന്നിട്ട് ഒരൊറ്റ വട്ടം അല്ലാ എന്ന് പറയില്ല, കൊണ്ട റബ്ബേ എന്ന് പറയില്ല. സുബയൊക്കെ ആയി പെണ്ണുങ്ങളോ മറ്റോ ചവിട്ടി വിളിച്ച അങ്ങനെ അങ്ങനെ ഒരു 10 മണിക്കാണ് എണീക്കും. എന്നിട്ടോ നമ്മൾ റബ്ബനാത്തിന എന്നിട്ട് കാര്യമില്ല എന്ന് പറയും. റബ്ബനാത്തിനെ പറയേണ്ട നേരത്തെ പറയണം. കോടതി പിരിഞ്ഞിട്ട് ന്യായം പറയേണ്ട കാര്യമില്ല. ഉണ്ടോ പറയും മനുഷ്യന്മാരെ. കോടതി 10 മണി മുതൽ 2 മണി വരെ നടക്കും. ന്യായം പബ്ലിക് പ്രോസിക്യൂട്ടറിന് ചോദിക്കുമ്പോൾ കൂട്ടുമ്പോൾ നിന്നാണ് പറയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ കോടതി വരാന്തീന്നാണ് വിളിച്ചു പറഞ്ഞു. അതിന് വയലെന്നേ പറയുള്ളൂ. എന്താവൂല, അത് ലിസ്റ്റ് കയറൂല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അതാ നേരത്തെ തന്നെ പറയണം. മനസ്സിലായില്ലേ? പറയാനുള്ളത് കൂട്ടുനിന്ന് പറയണം, പിന്നെ പറഞ്ഞ കാര്യമില്ല. അതായത് അള്ളാഹിനോട് പറയാനുള്ളത് ഈ 12 മണിയുടെയും സുബൈൻ്റെ അടി പറയണം, സുബൈൻ്റെ അടി പറയണം. അതും പ്രത്യേകിച്ച് ഏത് മാസം, ഏത് രാത്രി അങ്ങനെ പറയും. പ്രത്യേകിച്ച് റജബ് മാസം. റജബ് അള്ളാഹു തആല പ്രത്യേകിച്ച് മാസമാണ്. ആർക്കും കൊടുക്കും, 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 ആർക്കും കൊടുക്കും. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ, ഹൽ മിൻ മുസ്തഗ്ഫിരിൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആരെങ്കിലും ചോദിക്കുന്നവരുണ്ടോ ഞാൻ അവന് കൊടുക്കുമല്ലോ എന്ന്. പാതിരാത്രി മുതൽ സുബ്ഹ് വരെ അള്ളാഹ് ചോദിച്ചുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ചുള്ള മാസമാണ് റജബുൻ ശഹ്റുല്ലാഹ്. റജബ് അള്ളാഹുവിൻ്റെ മാസമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, വിഷയങ്ങളൊക്കെ അറിയാം. ധന്യബന്ധം തന്നെയാണ് വിഷയം. ഇനി ആകെ ഇതിൽ എത്ര ദിവസമേ ഉള്ളൂ? 5 ദിവസം. അതുകൊണ്ട് നേരത്തെ കാലത്തെ കിടന്നുറങ്ങാം, എന്നിട്ട് നേരത്തെ എണീക്കുക. ഒരു 3 മണി മുതലെങ്കിലും അള്ളാഹിനോട് എന്ത് പറയാ? റബ്ബേ എനിക്ക് നീ പുറത്തു തരണേ. ഒരൊറ്റ ലിസ്റ്റിൽ ഒന്നാം കയറി കിട്ടിയാൽ മതി, ലെവലായി. ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അള്ളാഹു മലക്കളോട് പറയും അവൻ്റെ ഹൃദയത്തിലെ കറുപ്പ് നീക്കി കളയും. 1 സെക്കൻഡ് കൊണ്ട് കറുപ്പ് നീങ്ങും. 1 സെക്കൻഡ് മതി. 50-60 കൊല്ലം കയറി കിടക്കുന്ന കറുപ്പ് നീക്കാൻ അള്ളാഹു തആലക്ക് 1 സെക്കൻഡ് മതി. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, 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 അല്ലാഹുമ്മ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. 1 സെക്കൻഡ് കൊണ്ട് നീക്കും അല്ലാഹു തആല. എത്ര കൊല്ലത്തെ ചളി ഉണ്ടെങ്കിലും ഒരൊറ്റ പിടുത്തം കഴിഞ്ഞ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോഴൊന്നും ശ്രദ്ധിച്ചില്ല, ഒക്കെ കഴിഞ്ഞ്. രജബും ശഅബാനും ഒന്നുമില്ല, റമളാനായി. രാവിലെ പെമ്പറന്നോളെ ചായ കൊണ്ടുവരണം. ഇപ്പം 37 ചോദിച്ചു, നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ എന്ന് ചോദിച്ചു. ചോദിച്ചു റമളാൻ തുടങ്ങിയവരെ നിങ്ങൾ അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. എന്നെ അത്തായക്ക് വിളിക്കാം. അത്തായത്തിന് നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഞാൻ മറിച്ചിട്ടിട്ട് എണീറ്റില്ല. ഇവൻ അത്തായത്തിന് വിളിച്ചാൽ എണീക്കൂല. കാരണം ഇവന് റജബും കഴിഞ്ഞിട്ടില്ല. കാരണം ഇവൻ്റെ നോട്ടത്തിൽ എന്തില്ല, അങ്ങനെ റമളാനില്ല. പിന്നെ പുരയിലെ ഹോട്ടൽ പൂട്ടീന്ന് മനസ്സിലായി. രാവിലെ ചില ചായ എടുക്കുന്ന പറഞ്ഞപ്പോൾ അപ്പം എന്നാ ആയിക്കോട്ടെ നോമ്പാന്ന് ഓനും പറഞ്ഞ്. പുറത്തിറങ്ങി നോക്കി ഏതെങ്കിലും പീടിയ ഉണ്ടോന്ന്. അപ്പം പുറത്തും എന്തില്ല, പീടിയല്ല. ഓൻ അങ്ങനെ കുറേ റമളാനാണ് കഴിയും. അള്ളാഹു സ്വീകരിക്കൂല. അതിൻ്റെ ഇടയ്ക്കൽ പള്ളിക്കൊക്കെ കയറുമ്പോൾ മോലിയത് കാക്ക റബ്ബന ആത്തിനാന്നാണ്. അപ്പോൾ ഓനൊന്നാണ് കൈകൊണ്ടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു ചീരനെയും കിട്ടി. അത് മുണങ്ങി അവൻ പോവുകയും ചെയ്ത്. ജിബ്രീലിൻ്റെ ലിസ്റ്റിൽ ഉണ്ടാവില്ല. മനസ്സിലാണ്ടോ പറഞ്ഞത്? ജിബ്രീലിൻ്റെ ലിസ്റ്റിൽ കയറാൻ ഉദ്ദേശിച്ചോളൂ എന്ന് തുടങ്ങും, റജബ് തുടങ്ങും. അതാണ് റജബുൻ ശഹ്റുല്ലാഹ്. ഇനിയും നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ ചക്കങ്ങ് തിരിയാ. ഇതിനപ്പുറത്തെ തിരിയാൻ എനിക്കറിയില്ല. എനിക്ക് തിരിച്ചു തരാൻ പറ്റിയ ലാസ്റ്റ് തിരിച്ചു തരലാണ് ഞാൻ ഈ തിരിച്ചു തന്നത്. ഇതിനപ്പുറത്തേക്ക് പറഞ്ഞുതരാൻ എനിക്കറിയില്ല. അള്ളാഹു ആലം. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നിങ്ങൾ എന്താ മനസ്സിലാക്കേണ്ടതെന്നറിയോ? ഖുർആൻ എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പോലത്തെ വർത്താനം ആർക്കും ഒന്നും തിരിയില്ല. അങ്ങനെയല്ല. ഇത് മുഅ്മിനീങ്ങൾക്കുള്ള കലാമാണ്. മുഅ്മിനീങ്ങളെ പ്രതിനിധിയായി അള്ളാഹിൻ്റെ അടുക്കലേക്ക്, അള്ളാഹിൻ്റെ പ്രതിനിധിയായി മുഅ്മിനീങ്ങളുടെ അടുക്കൽ വന്ന ആളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. മുത്ത് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ഞാൻ നീട്ടുന്നില്ല, നിങ്ങളിത് ചിന്തിക്കണം. അപ്പം ഇത് ഇനിയുള്ള വിഷയം എന്താണെന്നറിയാം. ഇത് തന്നെ വിഷയം. മേറാജ് ഒരു ദിവസമേ ഉള്ളൂ. റജബ് 30 ദിവസമുണ്ട്. മേറാജൊക്കെ ഉണക്കടങ്ങായി. മേറാജ് ഒരു ദിവസമല്ലേ ഉള്ളൂ. മേറാജ് ഒരു ദിവസമേ ഉള്ളൂ. എന്നാൽ റജബ് 30 ദിവസമുണ്ട്. 30 ദിവസമുണ്ട് റജബ്. എവിടെയെങ്കിലും ഒന്ന് ലിസ്റ്റ് കയറിയാൽ മതി. റജബുൻ ശഹ്റുല്ലാഹ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഒരു മേറാജ് എന്ന് പറഞ്ഞാൽ മാത്രം ചാടണ്ട. മുഅ്മിനീങ്ങൾക്ക് എന്നും മേറാജാണ്. നീ ഇന്നും മേറാജാണ്. അസ്സലാത്ത് മേറാജുൽ മുഅ്മിനി. നിസ്കരിക്കണ്ടോ നിസ്കരിച്ചാൽ അത് മേറാജാണ്. മുഹമ്മദ് മുസ്തഫ. എൻ്റെ മേറാജ് ഷാബാനിലെ മേറാജ്. എൻ്റെ മേറാജ്
ഷവ്വാലിൽ മേറാജ്. എന്നാ മേറാജ്? റമളാനിൽ മേറാജ്, ദുൽഖഅദയിൽ മേറാജ്, ദുൽഹജ്ജിൽ മേറാജ്. റജബും ശഅബാനും റമളാനും ഒക്കെ ക്ലിയർ ആയോന് പറ എന്നും മേറാജ്. ഓൻ എന്നും മേറാജ്, അതെന്നും മേറാജാണ്. നല്ല ബന്ധത്തിലാണ് അമ്മോശാക്കി മരുമോനും അമ്മായിമ്മയും നല്ല ബന്ധത്തിലാണ്. എന്നാൽ കല്യാണത്തിന് അന്ന് മാത്രമല്ല അവിടെ കല്യാണം. അവൻ എന്നൊക്കെ പൊരയിൽ വന്നോ അന്നൊക്കെ കല്യാണം പോലെയാണ്. നേരെ മറിച്ച് അന്ന് തന്നെ പടത്തിലിരിക്കുമ്പോ തന്നെ ഇവനേറ്റ് തെറ്റിയിട്ടുണ്ട്. ആര്? തന്ത അമ്മോശാക്ക. അത് കെട്ടിച്ച് കുടുങ്ങിയാലോന്നായിട്ടുണ്ട്. ആ പന്തലിൽ നിന്ന് അവനും അവന്റെ ആളുകളും തല്ലുണ്ടാക്കി പോയിട്ടുണ്ട്. എങ്കിൽ കല്യാണത്തിന്റെ അന്ന് തന്നെ അവിടെ നരകാണ്. പിന്നെ ബാക്കിയുള്ള ദിവസം പറയണോ? എന്താ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മനസ്സിലായില്ലേ? നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? രണ്ട് ബന്ധമുണ്ട്. അമ്മോശാക്കാനോടും അമ്മായിമ്മയോടും നല്ല ബന്ധമാണെങ്കിൽ അവൻ ആ പുരയിൽ വന്നാൽ എന്നും കല്യാണാണ്. ഇവൻ വന്ന ഉടനെ തന്നെ ഒരു സഞ്ചി എടുത്ത തണ്ട പാഞ്ഞ് അപ്പുറത്ത് പോയി നല്ല നാടൻ കോഴി വാങ്ങി. ഇന്നെന്താ മുട്ടിയാക്കിയ നാടൻ കോഴി? ഇന്ന് എന്റെ കുട്ടി വന്നിട്ടുണ്ടടാ. നിന്റെ കുട്ടീന്ന് പറഞ്ഞത് ആരെ? അമ്മോശാക്ക പറയാണ് എന്റെ കുട്ടി വന്ന്. ആരെ എന്റെ കുട്ടി എന്ന് പറഞ്ഞത്? മരുമോനൻ. ഏതോ അന്തൊക്കെ ഉണ്ടായനെ പറയണത് എന്റെ കുട്ടി. എന്തേ അവരമ്മിൽ അത്ര നല്ല ബന്ധാണ്. കാർഡിയോളജിസ്റ്റിനെ കണ്ട് മിംസിൽ പോയി അഡ്മിറ്റായി, കോയമ്പത്തൂർ പോയി അഡ്മിറ്റായി. ഇത്രയും ദിവസം നിങ്ങൾക്ക് ബൈപ്പാസ് സർജറി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ലീസ്റ്റ് ഡേറ്റ് നിശ്ചയിക്കാൻ വരട്ടെ, നിന്റെ ഒരു കുട്ടി ദുബായിലുണ്ട്, ഓനോടെന്ന് പറയേണ്ടതുണ്ട് പറഞ്ഞു. ആരാ കുട്ടി? മരുമോന്. ഒന്നും കൊടുക്കണ്ട, തന്റെ കയ്യിൽ പൂത്ത പണുണ്ട്. പക്ഷെ മരുമോനോട് പറഞ്ഞിട്ട് കത്തിയൊക്കെ അയാളെ പോയിക്കോളൂ. കാരണം അയാളും മരുമോനും തമ്മിൽ ബന്ധമുണ്ട്. നേരെ മറിച്ച് ബന്ധം ക്ലിയർ അല്ല. അവസാനത്തെ ഒപ്പടിക്കണ നേരത്തെ ചോദിച്ച് ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും പറയാനുണ്ടോ? മനസ്സിലായി? അപ്പൊ തന്നെ മനസ്സിൽ ഈ ഒരു അമുക്കിനെ ഓർമ്മ വന്ന് അപ്പൊ വേഗം പറഞ്ഞ് വേഗം കത്തിവെച്ചോ. മൂക്കിൽ പഞ്ഞി വെക്കുകയാണെങ്കിൽ വേഗം പോയിക്കോട്ടെ. അമുക്ക് വരുന്നതിനോ പിന്നെ കുഴിച്ചിടണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറയൂടെ. ഇനി അർത്ഥം വെക്കടാ. റജബുൻ ശഹ്റുല്ലാഹ് വെക്കണ അർത്ഥം അതന്നെ വായന. ഈ ഒരു ഇംഗ്ലീഷ് പോലത്തെ അറബിയും പറഞ്ഞു നടക്കരുത്. ഇതൊക്കെ മലയാളം പോലത്തെ അറബിയാണ്. നമ്മളും അള്ളി നമ്മുടെ ബന്ധം ക്ലിയർ ആയാൽ നമുക്ക് എന്നും പെരുന്നാളാണ്, എന്നും റജബാണ്, എന്നും ഷഅബാനാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിലായില്ല കുട്ടികളെ കാര്യം? മനസ്സിലാവേണ്ട കാര്യം അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്നും മേറാജുമാണ്. ഇന്ന് മേറാജാണല്ലോ. ഇപ്പം ഇവിടെ നിസ്കരിച്ച മേറാജല്ലേ? അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യൻ നിസ്കരിക്കാൻ നിന്നാൽ അതെന്താണ്? മേറാജാണ്. എന്താ റജബ് 27 മാത്രം മേറാജ്? എന്നാ മേറാജ് അല്ലാട്ട്? റജബിന് മേറാജ് ആണെങ്കിൽ ബാക്കി മേറാജ് തന്നെയാണ്. ആർക്ക്? ആർക്ക്? മുഅ്മിന്. മുനാഫിഖിനോ ഫവൈലുൽ ലിൽ മുസല്ലീൻ. ഓനും അവന്റെ നിസ്കാരം നരകത്തിൽ പോകും. എന്തുകൊണ്ട്? അവന്റെ ഒന്നാം ദിവസം തന്നെ മേറാജ് അല്ല. ഓന് മേറാജും മേറാജല്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? പറയാൻ മനസ്സിലായോ? ചിന്തിക്ക്. സ്വലാത്തു മിഅ്റാജുൽ മുഅ്മിനി. മുഅ്മിനായ മനുഷ്യൻ എന്ന് നിസ്കരിച്ചാലും അതെന്താണ്? അള്ളാഹു തആലാക്കും മേറാജാണ്, ഓനും മേറാജാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന്റെ ഇഷ്ടപ്പെട്ട ഒരു അടിമ നിസ്കരിക്കുന്നുണ്ട്. ജിബ്രീൽ എഴുതിയൊക്കെ അള്ളാഹുക്കും മേറാജാണ്. അടിമക്ക് മേറാജാണ്. നിസ്കരിച്ചവണ് മുത്തുനബി അല്ല, ഏതോ അൽവിക്കുട്ടിയാണ്. പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട അടിമാണ് ഈ അൽവിക്കുട്ടി. മനസ്സിലായോ പറഞ്ഞത്? അതുകൊണ്ട് അള്ളാഹു തആലാക്കും മേറാജാണ്, അടിമക്ക് മേറാജ. ഏതാ മാസം? ഷവ്വാല്. ഏതാ മാസം? ദുൽഖഅദ്. നിസ്കരിച്ച എന്നാണെങ്കിലും മുഅ്മിനാണെങ്കിലും ഓന്റെ നിസ്കാരം അള്ളാഹു തആലാക്ക് മേറാജാണ്. മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മുത്തുനബി അന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവില്ല നിങ്ങൾ വിചാരിക്കണ്ട. ഹദീസ് ഞാൻ കാണിച്ചു തരും. മുത്തുനബി പറഞ്ഞിട്ടുണ്ട് അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനി. മുഅ്മിനാണെങ്കിൽ അവന്റെ എല്ലാ നിസ്കാരവും മിഅ്റാജാണ്. അതാ റജബ് 27 മാത്രം. റജബ് 27 മാത്രല്ലേ ആണ്. അതിന് ബന്ധം നന്നാവണ്ടേ? അല്ലാത്തവർക്കെന്ത്? ബന്ധം നന്നാവണ്ടേ? ബന്ധം നന്നാവണ്ടേ? കല്യാണത്തിൽ മന്തിയുണ്ട്, കുഴിമന്തിയുണ്ട്, കബർ മന്തിയുണ്ട്, പല സൈസ് മന്തിയുണ്ട്, ചോറുണ്ട്, ഏറ് കൂടുന്നുണ്ട്. അതൊക്കെ പറ്റും. അതിനൊക്കെ എനിക്ക് സന്തോഷിക്കാം. എന്നെ കല്യാണത്തിന് വിളിക്കണം. മനസ്സിലായില്ല? എന്നെ കല്യാണത്തിന് വിളിച്ചിട്ട് തന്നെയല്ല. അയൽവക്കത്ത് കല്യാണം നടക്കുന്നുണ്ട്, അവിടെ മന്തി ഉണ്ട്. വേറെ ചോറിന്റെ പേര് പറയാം മനുഷ്യ. നെയ്ച്ചോറുണ്ട്, മന്തി ഉണ്ട്. മന്തി ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങൾ പറയണോ? ചോറുണ്ട്, കുഴിമന്തി ഉണ്ട്, ദമ്മ ബിരിയാണി ഉണ്ട്.
എല്ലാം ഉണ്ട്. പക്ഷെ നിന്നെ കല്യാണത്തിന് വിളിച്ചിട്ടില്ല. ഓൻ്റെ തല ഇവിടെ എവിടെയെങ്കിലും കണ്ടാൽ പെട്രോൾ മാക്സ് ഓഫാക്കണം അയാൾ പറഞ്ഞിട്ടുണ്ട്. ഓനെ കാണാൻ പാടില്ല പന്തല്. അവിടെ മന്തി ഉണ്ടായിട്ട് എനക്കെന്ത് കാര്യം? അവിടെ ബിരിയാണി ഉണ്ടായിട്ട് എനക്കെന്ത് കാര്യം? അള്ളാന്റെ അടിമക്ക് മേറാജ് ഉണ്ടായി, എനക്കെന്താ? അള്ളാന്റെ അടിമക്ക് ബറാത്ത് ഉണ്ടായി, എനക്കെന്താ? ഞാൻ അള്ളാന്റെ അടിമയായിട്ടുണ്ടോ? നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ ആദ്യം സ്ഥലത്തുണ്ടോ തീരുമാനിക്കുക. ആദ്യം നിങ്ങൾ സ്ഥലത്തുണ്ടായി, നിങ്ങളിവിടെ ഉണ്ടോ? അള്ളാന്റെ അടിമക്ക്, അള്ളാഹ്ക്ക് പൊരുത്തപ്പെട്ട അടിമക്ക് റജബ് 1 മാത്തായ ദിവസമാണ്, റജബ് 27 മാത്തായ ദിവസമാണ്. അതിന് നീയും അള്ളയും തമ്മിൽ ബന്ധം നന്നാകണം. നിന്നെ കണ്ടോടത്ത് അറസ്റ്റ് ചെയ്യാൻ ഇസ്രായേലിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ നിനക്ക് എന്ത് റജബ് 27 എന്ത് 30? മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായില്ലേ? തന്നെ ആദ്യം ബന്ധം നന്നാവണം. ആരുമായി? അള്ളാഹുമായി. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമല്ല. കഴിഞ്ഞ് ഇനി കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ജനറൽ 27 നല്ല ദിവസമാണ്. അന്ന് അള്ളാന്റെ ഇഷ്ടപ്പെട്ട അടിമയെ അള്ളാന്റെ ഹദറത്തിലേക്ക് കൊണ്ടുപോയി മുഹമ്മദ് മുസ്തഫ സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ അല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഞാൻ നീട്ടുന്നില്ല, അവസാനിപ്പിക്കാം. അപ്പം എന്താ വിഷയം? അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഓരോരുത്തരും ഈ കാര്യത്തിൽ ഗൗരവമായി ശ്രദ്ധിക്കണമെന്ന് എൻ്റെ നഫ്സിനോടും നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നു.